പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ സർവകലാശാല വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും. വിസിമാർക്ക് വീഴ്ച പറ്റിയെന്നും അന്തസ്സില്ലാത്ത പണിയെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഗത്യന്തരമില്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്നും മാപ്പ് പറഞ്ഞാൽ കാര്യങ്ങൾ അവസാനിക്കില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിയിലാണ് 3 പ്രധാന സർവകലാശാലകളുടെ വിസിമാർ പങ്കെടുത്തത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ D മാവൂത്ത്, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് എന്നിവരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളായി RSS മേധാവിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവത്കരണത്തിന്റെ തെളിവാണിതെന്നും ആശങ്കയുണ്ടാക്കുന്ന സംഭവമെന്നും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. രാഷ്ട്രീയ അപകടം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി വിഷയം അതീവ ഗൌരവമായി കാണുന്നുവെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. നടപടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വിസിമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണ്. വിസിമാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിലപാട് വ്യക്തമാക്കി. സർവകലാശാലകളുടെ മതേതര സ്വഭാവത്തെ അട്ടിമറിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് സർവകലാശാല വിസിമാരിൽ നിന്ന് തന്നെ ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ പ്രതികരണം. മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കാൻ വേണ്ടി, RSS വൽക്കരിക്കാൻ വേണ്ടി, ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കേണ്ട കാര്യമില്ല, അവരെല്ലാം ശക്തിയായിട്ട് അതിന് എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് BJPയുടെ ചോദ്യം. അപ്പോൾ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ ചെയ്തത് വലിയ അപരാധമാണ്, വലിയ ഗൗരവമുള്ള തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിശദീകരിക്കണം. സംഭവത്തിൽ ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.